ഇന്ന് ഭക്ഷണം കഴിക്കാനുള്ള നേരമായിട്ടുണ്ട്, 1 മണിയായിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാം. അതിനുശേഷം നമ്മൾ CarJJ V2 ഒന്ന് പോവാം. അവിടുത്തെ വർക്കിംഗ് പ്രോസസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. പിന്നെ നമ്മുടെ ആ ഗ്രീൻ കളർ കാണിച്ച് ഇന്ന് പെയിൻറ്റ് ചെയ്യില്ല, അത് പെയിൻറ്റ് കണ്ടർ കോട്ടും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് അടിക്കണം. പിന്നെ അതിന് ശേഷം മാസ്കിങ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈകിട്ട് ഞാൻ അതിൻ്റെ ബാക്കിയുള്ളത് കാണിച്ചു തരാം. പിന്നെ ഇന്നലെ പോയ വണ്ടികൾ ഉണ്ട് 2 എണ്ണം. Welcome to my party, we're just getting started. A life is a dream or a nightmare scarring. Hand me a drink cause I think I'm going all in. Get me a shrink who can catch me when I'm falling. Cover up my scars, flip the handlebars. Crashing in my car, wake up in a bar. I'll be a superstar, just on my avatar. This world is so bizarre, empty out the reservoir. Yeah, I'm taking 6 shots, yeah, straight to the face. And I wanna get lost, I'm sick of this place. Don't know how to stop when I'm feeling this way. So I'm taking 6 shots till I'm feeling okay. I think I'm going crazy. ഞാനിപ്പോൾ CarJJ V2 പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ യൂണിവേഴ്സിൻ്റെ തന്നെ കോളേജ് ഉണ്ട്. അപ്പോൾ അവിടെ വണ്ടിയുടെ ഷോ നടക്കണം എന്നുള്ളൊരു ഇത് കിട്ടി. അപ്പോൾ അവിടേക്ക് ജസ്റ്റ് കയറാമെന്ന് വിചാരിച്ചു. വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പോണെന്നാ? ഓക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. എന്താ സംഭവം, നമ്മളങ്ങനെ ഷോക്കൊന്നും പോകാറൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ആര് പണിതിട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കാരണം ജസ്റ്റ് വന്നതേ നമ്മുടെ 2 വണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. അതിവിടെ ആരും കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ എന്തിട്ടാണെന്ന് നമുക്കൊന്നും അറിയുന്നില്ല, പോയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഇത് വന്നത് ഇരിഞ്ഞാലക്കുട യൂണിവേഴ്സൽ കോളേജിൻ്റെ ഒരു ടെക് ഫെസ്റ്റ് ആയിട്ട് നമ്മുടെ ഇവിടെ വന്നതാണ്. നമ്മൾ വണ്ടിയൊന്നും നമ്മുടെ പ്രദർശനത്തിൽ നിന്നിട്ടുള്ള അവിടെ എൻഡിൽ നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്. ഇവിടെ ഒച്ചമ്പേളൊക്കെ കേൾക്കാൻ നിങ്ങൾ ഷോക്ക് വേണ്ടിയിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇൻവിറ്റേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, ജസ്റ്റ് ഇതിൻ്റെ ഷോക്ക് ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് ഡാനിയന്മാരുടെ കൂടെ വന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ വണ്ടി നമ്മളിവിടെ പുറത്തിട്ടു. നമ്മളതിന് ശേഷം ജസ്റ്റ് അകത്ത് പോയി ഒന്ന് വന്ന് വണ്ടികളൊക്കെ ഇടയ്ക്ക് ആരൊക്കെ വന്നൊക്കെ നോക്കണ്ടായിരുന്നു. ഷോക്കൊന്നും ഇട്ടൊന്നുമില്ല കേട്ടോ, കാരണം നമുക്ക് ഗ്യാരേജിൽ പോകേണ്ട ആവശ്യമുണ്ട്. ഇടയ്ക്ക് തന്നെ ഷോക്കൊന്നും ഇട്ടില്ല, ഇവിടെ ഇട്ട് പോകുന്നു കേട്ടോ. ഇവിടെ ആര്യ കറക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. ഞാൻ ഈ ഒരു കോലത്തിലാട്ടോ ഞാൻ പോയത്. നമുക്ക് ഇങ്ങനെ ഷോക്കിൽ പോയിട്ട് പരിചയമൊന്നുമില്ല, അങ്ങനെ നമുക്ക് പോകാറുമില്ല. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ പഠിക്കുന്നുണ്ട് യൂണിവേഴ്സൽ കോളേജിൽ. അപ്പോൾ നമ്മുടെ ആര്യം അതേപോലെ തന്നെ ഈ ഒരു അധികം പണിത് അവർക്ക് അറിയാം. അപ്പോൾ അത് കാരണം ജസ്റ്റ് ഒന്ന് വിളിച്ചപ്പോൾ അങ്ങനെ പോയതാണ്. പിന്നെ ഞാൻ നേരത്തെ വണ്ടി കറക്കണ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അത് വണ്ടി കറക്കാന്ന് പറഞ്ഞാൽ അവർക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമൊക്കെ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ റോട്ടിലൊന്നും അങ്ങനെ ഇട്ട് ചെയ്യരുത്. അപ്പോൾ ഇത് ജസ്റ്റ് അവരുടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ചേട്ടാ, അവിടെ അതിനുള്ള പെർമിഷൻ ഉള്ള കാരണം ആ ഗ്രൗണ്ട് ഒരു പറമ്പാണത്, അതൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടി കാര്യങ്ങളൊന്നുമല്ല, അതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. അവിടെ വണ്ടി ഒന്ന് കൂളൻറ്റും അതേപോലെ തന്നെ ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇതിന് വേറൊരു ഇഷ്യൂ എന്നുള്ളത് ഇതിൻ്റെ നിങ്ങളുടെ വണ്ടിക്കൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. നമ്മൾ ഇതിനൊരു വാട്ടർ ഡ്രെയിൻ ഹോളുണ്ട്. ഞാൻ എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ AC-യുടെ വെള്ളം വേപ്പറാവും എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ ആ വേപ്പറാവണ വെള്ളം പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ഒരു ഹോളുണ്ടാവും. ആ ഹോള് എൻ്റെ ഇപ്പോൾ ബ്ലോക്ക് ആയേക്കാണ്. അപ്പോൾ അതിൽ നിന്ന് വെള്ളം നമുക്ക് കളയണം. ഞാൻ ഇപ്പോൾ നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ആ ഹോള് വരുന്നത്. ഒടിഞ്ഞു പോവോ എടുക്കേണ്ട വരായിരിക്കും കേട്ടോ. തെർമോക്കോൾ എടുത്തു. നിങ്ങളുടെയൊക്കെ വണ്ടിയിലുണ്ടാകും കാലിൻ്റെ അടിയിൽ വെള്ളം വീഴണം AC ഓൺ ചെയ്യുമ്പോൾ എന്നൊക്കെ ഉള്ള കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലയിൻറ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പതുക്കെ പൊക്കിയിട്ട് ഇതിൻ്റെ വെള്ളം ഞാൻ കളയാൻ നോക്കട്ടെ. ഇതിൻ്റെ വയർ ഇതിപ്പോൾ നമ്മുടെ ഈ സബ് വൂഫറിൻ്റെ വയർ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ടുണ്ട്. അതാണ് ഇത് ജാമ് വരണേന്ന് തോന്നുന്നുണ്ട്.
ഇതിൽ വെള്ളം വരുന്നില്ല. അപ്പോൾ ഈ വെള്ളം നമുക്ക് വരുത്തണം. ഞാനിപ്പോൾ ഇതേപോലെ ഒരു കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് സൂട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇവിടെ AC ഇടുമ്പോൾ കാലുമ്മ കൈമൊക്കെ വെള്ളം വീഴണമെന്നൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇതാണ് സംഭവം. പൈപ്പ് ബ്ലോക്ക് ആയിരിക്കും, അതായിരിക്കും കാരണം. ഇതാണ് വെള്ളം മൊത്തം വണ്ടിയുടെ ഉള്ളിലേക്ക് പോകാമോ വന്ന് എന്താ ഇത്രത്തോളം വെള്ളമാണ് ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പൈപ്പ് വരണ മാതിരിയാണ് വെള്ളം വരുന്നത്. അതിൻ്റെ അടിക്കൊക്കെ പോയി. ഇനി ഒപ്പിയെടുക്കാം നമുക്ക്. കവറും ലീക്കാണ്. ഇത്രത്തോളം വെള്ളം ഇവിടെ വന്നു. പ്ലസ് ഇവിടെയും വെള്ളം നിറഞ്ഞിട്ടാണ്. ഈ പൈപ്പ് ബ്ലോക്കാണ്. ഈ ഒരു പൈപ്പ് ബ്ലോക്കാണ്. അതാണ് കാരണം. അത് എത്തിക്കറിച്ചു. അപ്പോൾ ആ ബ്ലോക്ക് തീർത്താൽ AC ഓടാനനുസരിച്ച് വെള്ളം പുറത്തേക്ക് പൊക്കോളൂ. ഈ ഒരു സംഭവം നമുക്ക് ഇവിടെ നിന്ന് അയച്ചെടുത്തിട്ട് കണ്ടാ ഇതേപോലെയുള്ള കച്ചറയൊക്കെ നിറഞ്ഞിട്ടാണ് ഈ സംഭവം വരുന്നത്. അയച്ചെടുത്തിട്ട് അത് ക്ലീൻ ചെയ്യാൻ നോക്കാം കേട്ടോ. ഈ ഒരു പൈപ്പ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുമ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവാന്നുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ ഒരു പൈപ്പ് ജാമാവണതാണ്. ഇതേപോലെയുള്ള വെള്ളം കെട്ടും കാര്യങ്ങളൊക്കെ. AC ഇടുമ്പോൾ വെള്ളം മൂത്തിക്ക് തെറിക്കണം എന്നൊക്കെ പറയണത്, അല്ലെങ്കിൽ AC ബ്ലവർ ഓൺ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കണ്ടൊക്കെ ഉണ്ട്. അതായത് താഴെ വെള്ളം വീണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പൈപ്പ് നോക്കാം, ക്ലീൻ ചെയ്യാം, രണ്ടാമത് ഇടാം, സെറ്റായിട്ടോ. ഓക്കെ. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. ഇനി ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ഈ ഓപ്പറേറ്ററിൻ്റെ ഉള്ളിൽ ഒരുപാട് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫിൽറ്ററിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഒക്കെ വന്ന ഡസ്റ്റും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഡസ്റ്റൊക്കെ വന്നിട്ടാണ് ഇങ്ങനെ ഹോളിൽ അടഞ്ഞിട്ടാണ് ഇങ്ങനെ ഇഷ്യൂസൊക്കെ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഓപ്പറേറ്റർ ചിലപ്പോൾ ഇനിൻ്റെ ഈ ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കുഴപ്പമില്ലാണ്ട് പൊക്കോളൂട്ടോ. അപ്പോൾ അതിപ്പോൾ വെള്ളം താഴേക്ക് തന്നെ ആയിരിക്കും വീഴുണ്ടാവുക കേട്ടോ. ഓക്കെ. അത് ക്ലിയർ ചെയ്തു. ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നുള്ളൂ. നമ്മുടെ വണ്ടിയിൽ പിന്നെ നമ്മൾ സർവീസിങ് നോക്കിയപ്പോൾ എയർ ഫിൽറ്റർ ഒന്ന് അയച്ചു നോക്കിയതാണ്. ഇതാണ് അവസ്ഥ. എൻ്റെ ചെറിയ രീതിയിൽ വലിയ ഉറവൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തെന്ന് വിചാരിച്ചു നോക്കി, നിറച്ച് കച്ചറാണ് കേട്ടോ. അപ്പോൾ ഫിൽറ്റർ എന്നാലും മാറാം. ഓ മൈ ഗോഡ്. അപ്പോൾ അത്രയ്ക്കും കച്ചറയാണ്. ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ടാലും കാര്യമില്ല, കാരണം ഡസ്റ്റ് പിടിക്കാനുള്ള ഒരു ഇത് അതിൻ്റെ തീർന്നു. അപ്പോൾ ഇത് മാറണം കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ എയർ ഫിൽറ്റർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. സംഭവം ആകെ 275 രൂപയുള്ളൂ ഈ ഒരു സംഭവത്തിന്. ഞാനിപ്പോൾ ഈ ഒരു എയർ ഫിൽറ്റർ ഇട്ടിട്ട് ഓടിച്ച് മൈലേജ് നഷ്ടപ്പെട്ടതിൻ്റെ മാറ്റാണ്ടിരുന്നിട്ട് എങ്ങനെയാണെന്നാലും ഞാൻ പറയാം. ഇപ്പോൾ എനിക്ക് മൈലേജ് ഏകദേശം ഒരു 14-15 കിട്ടുന്നുണ്ടെങ്കിൽ എയർ ഫിൽറ്റർ ഓടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും 12 മൈലേജ് കിട്ടുള്ളായിരുന്നു. ഇപ്പോൾ അത് മാറ്റുമ്പോൾ അതിന് വ്യത്യാസങ്ങളുണ്ടാവും, കാരണം അത്രയും ബ്ലോക്കാണിത്. പിന്നെ ഇത് പിടിച്ച് ഡസ്റ്റ് പിടിച്ചിരിക്കാനുള്ള അവസ്ഥയൊക്കെ തീർന്നു കേട്ടോ. ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. പുറത്തേക്ക് എടുക്കുമ്പോൾ വേണ്ട ഇതാണ്. പിന്നെ ഇതുമ്പോൾ ചെറിയൊരു മെഴുകുമാരി ഒരു ഇതുണ്ടാവും നമ്മുടെ വണ്ടിക്ക്. ഇപ്പോൾ എയർ ഫിൽറ്റർ ആയാലും അതേപോലെ തന്നെ ഡീസൽ ഫിൽറ്റർ ആയാലും ഓയിൽ ഫിൽറ്റർ ആയാലും റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജെന്യൂൺ തന്നെ വാങ്ങിയിടാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ഡീസൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ കുറഞ്ഞത് വാങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡീസൽ ജാമായിട്ട് വണ്ടിക്ക് വലിയ കുറയാനുള്ള ഇഷ്യൂസ് വരാം. എയർ ഫിൽറ്റർ അതേപോലെ തന്നെ കുറഞ്ഞത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ എയർ കിട്ടാനുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരാം ബ്ലോക്കായിട്ട്. അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്ററും എൻജിൻ ഓയിൽ ക്ലീൻ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ചിലപ്പോൾ വരാം. അപ്പോൾ അത് വാങ്ങാൻ സാധനങ്ങളൊക്കെ ജെന്യൂൺ തന്നെ. ഇപ്പോൾ മാരുതി സുസുക്കിയിലാണ് ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത്. എന്താ ഇതേപോലുള്ള സെയിം നമ്മൾ ഏതാണ് കമ്പനി ടാറ്റയുടെ തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതൊക്കെ മെയിൻ സാധനം. ബാക്കിയുള്ള ബോൾ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ വേറെ കമ്പനിയുടെ വാങ്ങിയാൽ അത് പിന്നെ മെക്കാനിക്കൽ പാർട്സ്, അതായത് സസ്പെൻഷൻ പകരം പാർട്സുകളാണ്. എൻജിൻ റിലേറ്റഡ് ആയിട്ടുള്ള പാർട്സുകൾ മാക്സിമം ജെന്യൂൺ വാങ്ങിയിടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വണ്ടിക്ക് ശ്വാസം മുട്ട് വരുന്ന അവസ്ഥയാണ് എയർ ഫിൽറ്റർ ജാമാവാൻ. അപ്പോൾ വണ്ടിയുടെ ശ്വാസമുട്ട് ഞാനിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയാണ് എയർ ഫിൽറ്റർ ജാമാവാൻ നടക്കുന്നത്. അതിപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്തു. ആ പ്രോബ്ലം സോൾവ് കേട്ടോ.
അപ്പോൾ നമ്മൾ കാലത്തിട്ട വണ്ടിയുടെ മാസ്കിങ് കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ലൈറ്റ് മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി അത്യാവശ്യം വെളിച്ചം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അരുൺഭായാണ് അടിക്കാൻ പോണത്. ഇത് മിനി കൂപ്പറിൻ്റെ ഗ്രീൻ ഞാൻ കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോപ്പ് ബ്ലാക്കാണ്, വിൻഡോൻ്റെ ഏരിയ ഫുള്ളും ബ്ലാക്കാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ സ്പോട്ടുകൾ തീർത്തിട്ടുണ്ട്. ഒരു മാസ്കിങ് ചെയ്തിട്ടാണ് സ്പോട്ടുകളും കാര്യങ്ങളും തീർത്ത് വരയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. വേറെ രീതി അങ്ങനെയാണ്.